ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരു സ്പഗറ്റി കഴിക്കാൻ നല്ലൊരു മോഹം. എനിക്ക് സ്പഗറ്റി ഇഷ്ടമാണ്. വല്ലപ്പോഴും ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഒന്ന് കഴിക്കാനായിട്ട് ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് എൻ്റേതായ സോസുകളൊക്കെ ഇടുന്നതാണ് ഇഷ്ടം. അപ്പം ഞാനൊന്ന് കാണിക്കാം. വരൂ, എൻ്റെ കിച്ചണിലേക്ക് വരൂ. ഓക്കേ. ഉപ്പിട്ട് ബോയിൽ ചെയ്ത വെള്ളത്തിലേക്ക് നമ്മുടെ സ്പഗറ്റി ഇട്ട് ഒരു 15 മിനിറ്റ് നേരം വേവിക്കുക. അതിനുശേഷം ആ വെള്ളം കളഞ്ഞിട്ട് കുറച്ച് തണുപ്പ് വെള്ളം ഒഴിച്ച് കഴുകി കളയുക. സൈഡിൽ മാറ്റി കുറച്ച് ബട്ടർ ഇട്ട് വയ്ക്കുക. ഒരു പാനിൽ കുറച്ച് ബട്ടർ ഇട്ട ശേഷം അതിനകത്തേക്ക് ക്യാപ്സിക്കം, സെലറി, ക്യാരറ്റ്, ബീൻസ്, പാഴ്സ്ലി ലീവ്സ് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റുക. വളരെ നന്നായിട്ട് വേണ്ട, കുറച്ച് ഒന്ന് വഴറ്റിയ ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ചെറുതായിട്ട് പിച്ചി ചീന്തി അതിടുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് പെപ്പറും കുറച്ച് സോയാ സോസും കുറച്ച് കോട്ടേജ് ചീസും കൂടി ഇട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് ശേഷം നമ്മുടെ സ്പഗറ്റിയും അതിനകത്തേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ഒഴിക്കുക. കാരണം നമ്മൾ സോയാ സോസ് ഇടുന്നതുകൊണ്ട് അതിനകത്ത് ഉപ്പുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഈ നമ്മുടെ പാഴ്സ്ലി ലീവ്സ് ഏറ്റവും ലാസ്റ്റ് ഇട്ടാൽ മതി. അതിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ സെലറി ലീവ്സ് നന്നായിട്ടിട്ടു. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലതായിട്ട് മിക്സ് ചെയ്ത് ചൂടോടെ ഉപയോഗിക്കുക. വളരെ ടേസ്റ്റിയാണ്. അതിൻ്റെ കൂടെ ഞാൻ തന്നെ ഉണ്ടാക്കുന്ന ഒരു റെഡിമെയ്ഡ് ലെമൺ പിക്കിളും കൂടെ ഉണ്ട്. ലെമൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ വലിയ ലെബനീസ് നാരങ്ങ ഉണ്ടല്ലോ, അത് ചെറുതായിട്ട് അരിഞ്ഞ് അതിനകത്തേക്ക് കുറേ അധികം ഒലിവ് ഓയിലും കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഉപ്പും കൂടി ഇടുക. ഇത് മാത്രം മതി. മുളക് പൊടിയും നന്നായിട്ട് മുളക് പൊടി ഇടുക, ഇളക്കുക, അതിൻ്റെ കൂടെ ചേർക്കുക. ഭയങ്കര ടേസ്റ്റാണ്. ഒരു ചിക്കൻ ഫ്രൈയുടെ ഉണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം. വളരെ ടേസ്റ്റിയാണ്. ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്, എൻ്റേതായ ഒരു റെസിപ്പിയാണ് കേട്ടോ. ഞാൻ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ എൻ്റെ പ്രത്യേകമായ റെസിപ്പിയിലാണ് ഉണ്ടാക്കാറുള്ളത്. പക്ഷേ എല്ലാവരും കഴിച്ചിട്ട് വളരെ നല്ല അഭിപ്രായം പറഞ്ഞു. അപ്പോൾ ഈ കോട്ടേജ് ചീസ് ഇട്ട് അതും ഉപ്പുള്ളതാണ്, അതുകൊണ്ട് ഉപ്പ് വളരെ നോക്കിയിട്ടേ ഇടാവുള്ളൂ. കോട്ടേജ് ചീസ് ഇടുമ്പോഴത്തേനും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും പരീക്ഷിച്ച് നോക്കുക. ഞാൻ മിക്കവാറും ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണിത്. വളരെ ടേസ്റ്റിയാണ്. ഉപയോഗിച്ച് നോക്കുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ അഭിപ്രായം പറയുക. അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കമൻ്റ് ഇടുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ബൈ ബൈ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.